ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം ഞാനൊന്ന് ബ്രീഫായിട്ട് പറയാം. നമ്മളുടെ ഈ ഒരു സ്റ്റോറിയിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ഡൊറോത്തിയാണ്. അതൊരു ലിറ്റിൽ ഗേൾ ആണ്. അവൾ താമസിച്ചിരുന്നത് അവളുടെ അങ്കിളിൻ്റെയും ഓണ്ടിൻ്റെയും കൂടെയാണ്. അവൾക്കൊരു പെറ്റ് ഡോഗും കൂടെ ഉണ്ട്. അതിൻ്റെ പേര് ടോട്ടോ എന്നാണ്. എപ്പോഴും കാറ്റടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇവർ താമസിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു കൊടുങ്കാറ്റ് വരികയാണ്, സ്റ്റോം വന്നു. അപ്പം ഇവരെന്ത് ചെയ്തു, എല്ലാവരും അവളുടെ അങ്കിളും ഓണ്ടും ഒക്കെ വീടിൻ്റെ അടിയിൽ ഒരു സെല്ലറുണ്ട്. എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ലെവലിന് താഴെയായിട്ട് ഒരു അണ്ടർഗ്രൗണ്ടൊക്കെ പോലെ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ സ്റ്റോമിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി, കാറ്റിൽ നിന്നൊക്കെ. ഓക്കെ, പക്ഷേ നമ്മളുടെ ഡൊറോത്തിയും അതേപോലെ ടോട്ടോയും വീടിനുള്ളിൽ തന്നെയാണ് ഉള്ളത്. അവർക്ക് ആ ഒരു സെല്ലറിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ കൊടുങ്കാറ്റിൽ ഇങ്ങനെ ഇവരുടെ വീട് ഇങ്ങനെ പറന്നു പോവാണ്. അങ്ങനെ അവസാനം ഇത് ഒരു സ്ഥലത്ത് ചെന്ന് ലാൻഡ് ചെയ്യും, ഈ ഒരു വീട്. ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്, അതായത് ഈ വീട് ചെന്ന് നിന്നിട്ടുള്ള ഒരു സ്ഥലം വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഫ്ലവേഴ്സിൻ്റെ ഒക്കെ നല്ല സുഗന്ധമൊക്കെ ഉള്ള നല്ല കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മളുടെ ഡൊറോത്തിയുടെ അടുത്തേക്ക് അവിടെ താമസിച്ചിരുന്ന മഞ്ച്കിൻസ് എന്ന് പറഞ്ഞാൽ ഡ്വാർഫായിട്ടുള്ള, അതായത് ഉയരം കുറഞ്ഞ ആളുകളെയാണ് എന്താ പറയുക മഞ്ച്കിൻസ് എന്ന് ഇവിടെ പറയുന്നത് കേട്ടോ. ഡ്വാർഫായിട്ടുള്ള ആളുകൾ. അവർ ഡൊറോത്തീൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇവളോട് താങ്ക്സ് പറയുകയാണ്. നീയാണ് ഞങ്ങളുടെ ലൈഫ് സേവ് ചെയ്തത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതെന്തിനാണ് ഇവരിങ്ങനെ പറയുന്നത് എന്നൊക്കെ ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുകയാണ് നമ്മളുടെ ഡൊറോത്തി. എന്തുകൊണ്ടായിരിക്കും അവർ താങ്ക്സ് പറഞ്ഞത്, ഞാനെങ്ങനെയാണ് അവരുടെ ലൈഫ് സേവ് ചെയ്തത് എന്നൊക്കെ ആലോചിച്ച് ഡൊറോത്തി കൺഫ്യൂസ്ഡ് ആയി നിൽക്കുകയാണ്. അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ബാക്കി സ്റ്റോറി എടുക്കാം. അപ്പോൾ പേജ് നമ്പർ 101 ആണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. ഈ ഒരു സെക്ഷൻ്റെ പേര് ദ ഹീറോ എന്നാണ്. നമുക്ക് നോക്കാം. യു ആർ അവർ ഹീറോ, യു കിൽഡ് ദ ക്രൂവൽ വിച്ച്, എ യങ് മഞ്ച്കിൻ സെറ്റ്. അപ്പോൾ എന്താ സംഭവിച്ചത്, നീയാണ് ഞങ്ങളുടെ ഹീറോ, യു ആർ അവർ ഹീറോ എന്ന് പറയാണ്. യു കിൽഡ് ദ ക്രൂവൽ വിച്ച്, നീ കൊന്നു. ആരെ? ദ ക്രൂവൽ വിച്ച് എന്ന് പറഞ്ഞാൽ മന്ത്രവാദിനി. ക്രൂവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രൂരയായ മന്ത്രവാദിനിയെ നീ കൊന്നു എന്ന് ആരാ പറഞ്ഞത്? എ യങ് മഞ്ച്കിൻ, ഒരു ചെറിയ മഞ്ച്കിൻ പറഞ്ഞു. മഞ്ച്കിൻ എന്ന് പറഞ്ഞാൽ ഉയരം കുറഞ്ഞ ഡ്വാർഫായിട്ടുള്ള ആളുകൾ കേട്ടോ. ഓ നോ, ഐ ഹാവ് നെവർ കിൽഡ് എനിവൺ, ഡൊറോത്തി ക്രൈഡ് ഔട്ട്. അപ്പോൾ ഡൊറോത്തി എന്ത് പറയുന്നു? ഓ നോ, ഇല്ല, ഒരിക്കലുമില്ല. ഐ നെവർ കിൽഡ് എനിവൺ, ഞാൻ ഒരിക്കലും ആരെയും കൊന്നിട്ടില്ല. ഡൊറോത്തി ക്രൈഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഡൊറോത്തി ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. നോട്ട് യു ബട്ട് യുവർ ഹൗസ്, നീ അല്ല പക്ഷേ നിൻ്റെ വീടാണ് കൊന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. യു ലാൻഡഡ് യുവർ ഹൗസ് ഓൺ ദ വിക്കഡ് വിച്ച്. നീ ഈ ഒരു വീട്, ഈ വിക്കഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൂവലായിട്ടുള്ള എന്നാണ്. വിച്ച് എന്ന് പറഞ്ഞാൽ മന്ത്രവാദിനി. അപ്പോൾ നീ നിൻ്റെ വീട് ഈ ക്രൂവലായിട്ടുള്ള വിച്ചിൻ്റെ മുകളിലേക്കാണ്, വിച്ചിൻ്റെ ശരീരത്തിലേക്കാണ് കൊണ്ടുവന്ന് ലാൻഡ് ചെയ്തിട്ടുള്ളത്. ഷീ ഡൈഡ്, അങ്ങനെ അവൾ മരിച്ചു. സെറ്റ് ആൻ ഓൾഡ് മഞ്ച്കിൻ, ഒരു വൃദ്ധനായ മഞ്ച്കിൻ പറഞ്ഞു. അപ്പോൾ നീയല്ല കൊന്നത്, നിൻ്റെ വീടാണ്, നിൻ്റെ വീട് ലാൻഡ് ചെയ്തത് ഈ ക്രൂവലായിട്ടുള്ള വിച്ചിൻ്റെ ശരീരത്തിലേക്കാണ്, അങ്ങനെയാണ് അവൾ മരിച്ചത്. അങ്ങനെ ആര് പറഞ്ഞു? ഒരു ഓൾഡ് മഞ്ച്കിൻ പറഞ്ഞു. ഈസ് ഇറ്റ് സോ? അങ്ങനെയാണോ? ഡൊറോത്തി വാസ് ഷോക്ക്ഡ്, ഡൊറോത്തി ഷോക്ക്ഡായി. യെസ്, വി വെർ ഹർ സ്ലേവ്സ്, ഞങ്ങൾ അവളുടെ അടിമകളായിരുന്നു. സ്ലേവ്സ് എന്ന് പറഞ്ഞാൽ അടിമകൾ കേട്ടോ. യു സെറ്റ് അസ് ഫ്രീ, നീ സെറ്റ് അസ് ഫ്രീ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രരാക്കി, നീയാണ് ഞങ്ങളെ സ്വതന്ത്രരാക്കിയത്. അതായത് പിന്നെ ഈ ഒരു വിച്ചിൻ്റെ അടിമകളായിരുന്നു ഈ മഞ്ച്കിൻസ് എല്ലാവരും. അപ്പം അടിമകൾക്ക് എന്താണ്, യജമാനൻ എന്താണോ പറയുന്നത് അത് മാത്രം കേട്ട് ജീവിക്കാനേ കഴിയുള്ളൂ. അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അവർക്ക് ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പം നീയാണ് ഞങ്ങളെ സ്വതന്ത്രരാക്കിയത് എന്ന് ഡൊറോത്തിയോട് പറയാണ്. ലെറ്റ് us സെലിബ്രേറ്റ് അവർ ഫ്രീഡം. അപ്പോൾ എന്താണ്,
ഞങ്ങളുടെ ഈ ഒരു ഫ്രീഡം, ഈ ഒരു സ്വാതന്ത്ര്യം ആഘോഷിക്കണം. സെലിബ്രേറ്റ് എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുക കേട്ടോ. ദേ ബിഗാൻ ടു ഡാൻസ്. ബിഗാൻ എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു. എന്ത്? ഡാൻസ്. ടു ഡാൻസ്. അവർ ഡാൻസ് ചെയ്യാൻ ആരംഭിച്ചു. ജോയിനേഴ്സ് ദ ഓൾഡ് മഞ്ച്കിൻ ഇൻവൈറ്റഡ് ഡൊറോത്തി. അപ്പോൾ ജോയിനേഴ്സ് ഞങ്ങളുടെ കൂടെ കൂടൂ. ദ ഓൾഡ് മഞ്ച്കിൻ ഇൻവൈറ്റഡ് ഡൊറോത്തി. ഒരു പ്രായം ചെന്ന ഒരു മഞ്ച്കിൻ ഡൊറോത്തിയെ ഇൻവൈറ്റ് ചെയ്തു, ക്ഷണിച്ചു. താങ്ക്സ്. അപ്പോൾ ഡൊറോത്തി താങ്ക്സ് പറഞ്ഞു. ബട്ട് പ്ലീസ് ഹെൽപ്പ് അസ് ടു ഗോ ബാക്ക് ടു അവർ വില്ലേജ്. പക്ഷേ ഞങ്ങൾ ദയവേത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. എന്തിന്? ഗോ ബാക്ക് ടു അവർ വില്ലേജ്. ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. ഷീ സെറ്റ്. അവൾ പറഞ്ഞു. സോറി വി കാണ്ട്. പക്ഷേ അവരെന്താ പറഞ്ഞത്? സോറി ഞങ്ങൾക്ക് പറ്റില്ല. ബട്ട് ഷുവർലി ദ വിസാർഡ് ഓഫ് ഓസ് ക്യാൻ ഹെൽപ്പ് യു. അപ്പോൾ അവരെന്ത് പറഞ്ഞു? പക്ഷേ ഷുവർലി ഉറപ്പായും ദ വിസാർഡ് ഓഫ് ഓസ്. ഓസ് എന്ന് പറഞ്ഞ ഒരു പ്ലേസ് ആണ് കേട്ടോ. വിസാർഡ് എന്ന് പറഞ്ഞാൽ മജീഷ്യൻ, അതായത് മാന്ത്രികൻ. വിസാർഡ് ഓഫ് ഓസ് ക്യാൻ ഹെൽപ്പ് യു. അപ്പം ഓസിലുള്ള ഈ ഒരു പിന്നെ എന്താണ് മജീഷ്യന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറയുകയാണ് ആര്? നമ്മളുടെ മഞ്ച്കിൻസ്. വിസാർഡ് ഓഫ് ഓസ്. അപ്പം ഹൂ ഈസ് ഹീ ആസ്റ്റ് ഡൊറോത്തി. അപ്പോൾ ഡൊറോത്തി ചോദിക്കുകയാണ്, വിസാർഡ് ഓഫ് ഓസോ, ആരാണത്? ഹൂ ഈസ് ഹീ ആസ്റ്റ് ഡൊറോത്തി. ഡൊറോത്തി ചോദിച്ചു. ഹീ ഈസ് എ പവർഫുൾ മജീഷ്യൻ ഹു ക്യാൻ വർക്ക് വണ്ടേഴ്സ്. അതായത് വളരെ പവർഫുൾ ആയിട്ടുള്ള മാജിക്കൽ പവേഴ്സൊക്കെ നല്ല രീതിയിലുള്ള എന്താണ് വണ്ടേഴ്സ്, അതായത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു മജീഷ്യനാണ് അദ്ദേഹം. ദ ഓൾഡ് മഞ്ച്കിൻ റിപ്ലൈഡ്. ഒരു പ്രായമുള്ള മഞ്ച്കിൻ മറുപടി പറഞ്ഞു. ഡൊറോത്തി സ്മൈൽഡ്. ഡൊറോത്തി പുഞ്ചിരിച്ചു. ഷീ വാക്ക്ഡ് വിത്ത് ടോട്ടോ ടു മീറ്റ് ദ വിസാർഡ് ഓഫ് ഓസ്. അങ്ങനെ ഈ പവർഫുൾ ആയിട്ടുള്ള മജീഷ്യനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൊറോത്തി ടോട്ടോയും കൂട്ടിയിട്ട് പോയി. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൗ ഡിഡ് ദ വിക്കഡ് വിച്ച് ഡൈഡ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ക്രൂവലായിട്ടുള്ള മന്ത്രവാദിനി മരിച്ചത് എന്നാണ്. എങ്ങനെയാണ് നമ്മളുടെ ഡൊറോത്തിയുടെ ആ ഒരു വീട് വന്ന് ലാൻഡ് ചെയ്തത് ഈ വിച്ചിൻ്റെ ശരീരത്തിലേക്കാണ്. അങ്ങനെയാണ് ആ ഒരു വിച്ച് മരിച്ചത്. ഹൗ കുഡ് ദ വിസാർഡ് ഓഫ് ഓസ് ഹെൽപ്പ് ഡൊറോത്തി. എങ്ങനെയായിരിക്കും ഈ വിസാർഡ് ഓഫ് ഓസ് ഡൊറോത്തിനെ ഹെൽപ്പ് ചെയ്യാന്നാണ് ചോദ്യം. അത് നമുക്ക് നോക്കാം. മീറ്റിംഗ് ദ വിസാർഡ്, അതാണ് ഈ ഒരു പാർട്ടിൻ്റെ പേര്. അതായത് നമ്മളുടെ മാന്ത്രികനെ മീറ്റ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്, മാന്ത്രിക വടിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ നമ്മളുടെ മാജീഷ്യൻ. ദ റീച്ച്ഡ് ദ വിസാർഡ്സ് പാലസ്. അപ്പം അവരെന്ത് ചെയ്തു? റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു. എവിടെ? ദ വിസാർഡ്സ് പാലസ്, വിസാർഡിൻ്റെ കൊട്ടാരത്തിൽ. വെൽക്കം, വെൽ ഡൺ ഡൊറോത്തി. അപ്പം അവരെ വെൽക്കം ചെയ്യാണ് ഡൊറോത്തീനെ. എന്നിട്ട് വെൽ ഡൺ എന്ന് പറയുകയാണ്. അപ്പം എന്താണ്? അനുമോദിക്കുകയാണ്. അപ്പം നമ്മളുടെ വിസാർഡിന് കാര്യങ്ങളൊക്കെ അറിയാം എന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് നോക്കാം. യു സേവ്ഡ് ദ മഞ്ച്കിൻസ്. നീ മഞ്ച്കിൻസിനെ സേവ് ചെയ്തു, രക്ഷിച്ചു. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു. നിനക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ആസ്റ്റ് ദ വിസാർഡ് ഓഫ് ഓസ്. അപ്പോൾ വിസാർഡ് ഓഫ് ഓസ് അവളോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടതെന്ന്. പ്ലീസ് ഹെൽപ്പ് അസ് ഗോ ബാക്ക് ടു അവർ വില്ലേജ്. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യൂ, ഞങ്ങളെ സഹായിക്കൂ, ഞങ്ങളുടെ വില്ലേജിലേക്ക്, ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഡൊറോത്തി പ്ലീഡഡ്. മീൻസ് പ്ലീഡഡ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റഡ്, അതായത് അപേക്ഷിച്ചു. വൈ ഡു യു വാണ്ട് ടു ലീവ് ദിസ് ബ്യൂട്ടിഫുൾ പ്ലേസ്. നീ എന്തിനാണ് ഇത്ര മനോഹരമായ ഈ ഒരു പ്ലേസ് വിട്ട് പോകുന്നത്? ഹി ആസ്ഡ്. ആ ഒരു മജീഷ്യൻ ചോദിച്ചു. ദർ ഈസ് നോ അതർ പ്ലേസ് ലൈക്ക് അവർ ഓൺ ഹോം. അതായത് വേറെ ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് നമ്മുടെ സ്വന്തം വീട് പോലെ ആവില്ലല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. ഡൊറോത്തി സെഡ്. ഡൊറോത്തി പറഞ്ഞു. ആസ് യു വിഷ് മൈ ഡിയർ. നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് വിസാർഡ് പറയാണ്. ദ വിസാർഡ് വേവ്ഡ് ഹിസ് മാജിക് വാണ്ട്. വാണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാജിക് വാണ്ട് എന്ന് പറഞ്ഞാൽ മാന്ത്രിക വടി. ഓക്കെ. അപ്പം വിസാർഡ് എന്ത് ചെയ്തു? ആ ഒരു മാജിക് വാണ്ട്, ആ ഒരു മാന്ത്രിക വടി ഇങ്ങനെ വേവ് ചെയ്തു, ഇങ്ങനെ ചുഴറ്റി. വൗ ദ ഹൗസ് അപ്പിയർഡ്. അപ്പം ഹൗസ്, വീട് അവിടേക്ക് അപ്പിയർ ചെയ്തു, വന്നു. ഡൊറോത്തി ആൻഡ് ടോട്ടോ ഗോട്ട് ഇൻ. ഡൊറോത്തിയും ടോട്ടോയും വീട്ടിനുള്ളിലേക്ക് കയറി. ഇറ്റ് ബിഗാൻ ടു ഫ്ലൈ. അപ്പം വീട് ഫ്ലൈ ചെയ്യാൻ തുടങ്ങി. ഓവർ ദ ഹിൽസ്, മലമുകളിലൂടെ, അതേപോലെ ഓവർ ദ ഫീൽഡ്സ്, പാടശേഖരങ്ങളുടെയൊക്കെ മുകളിലൂടെ വീട് ഇങ്ങനെ പറക്കാൻ തുടങ്ങി. ഫൈനലി ദ ഹൗസ് ലാൻഡഡ് ഓൺ ഹെർ വില്ലേജ്. അവസാനം
ഹൗസ് എന്ത് ചെയ്തു? ലാൻഡഡ് ഓൺ ഹെർ വില്ലേജ്. അവളുടെ വില്ലേജിൽ, ഗ്രാമത്തിൽ പോയിട്ട് ലാൻഡ് ചെയ്തു. ടോട്ടോ വി ആർ ബാക്ക്. ടോട്ടോ നമ്മൾ തിരിച്ച് എത്തി. ഷീ ബിക്കെയിം വെരി ഹാപ്പി. അവൾ വളരെയധികം ഹാപ്പിയായി. ദ സ്കൈ വാസ് ക്ലിയർ. സ്കൈ എന്താണ്? ക്ലിയർ ആണ്, മേഘാവൃതമൊന്നും അല്ല, നല്ല അന്തരീക്ഷമാണ് കേട്ടോ. ദർ വാസ് എ റെയിൻബോ ഇൻ ദ സ്കൈ. ആകാശത്തിൽ റെയിൻബോ ഉണ്ട്. റെയിൻബോ എന്ന് പറഞ്ഞാൽ എന്താണ്? മഴവില്ലല്ലേ. അപ്പം മഴവില്ലുണ്ട് ആകാശത്തിൽ എന്ന് പറയണം. അപ്പം എന്താണ്? സ്റ്റോമൊക്കെ മാറി, കൊടുങ്കാറ്റൊക്കെ മാറി നല്ല ശാന്തസുന്ദരമായിട്ടുള്ള അന്തരീക്ഷമായിട്ടുണ്ട് ഇപ്പോൾ. ഹൗ ഡിഡ് ദ വിസാർഡ് ഓഫ് ഓസ് ഹെൽപ്പ് ഡൊറോത്തി? എങ്ങനെയാണ് വിസാർഡ് ഓഫ് ഓസ് ഡൊറോത്തീനെ ഹെൽപ്പ് ചെയ്തത്? എങ്ങനെയാണ്? ആ ഒരു മാജിക് വാണ്ട് വേവ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡൊറോത്തിയും അതേപോലെ ടോട്ടോയും അവരുടെ വീടും അവരുടെ വില്ലേജിലേക്ക് തിരിച്ചെത്തി അല്ലേ. അങ്ങനെയാണ് ഡൊറോത്തീനെ വിസാർഡ് ഹെൽപ്പ് ചെയ്തത്. ദർ ഈസ് നോ അതർ പ്ലേസ് ലൈക്ക് അവർ ഓൺ ഹോം കമൻറ്റ്. അപ്പം നമ്മളുടെ വീട് പോലെ നമുക്ക് വേറെ ഒന്നുമില്ല അല്ലേ. നമുക്കിപ്പം നമ്മളുടെ സ്വന്തം വീട് പോലെ ആവുമോ വേറെ എവിടെ പോയാലും? ഇല്ലല്ലോ. അപ്പോൾ അത് കുട്ടികളോട് ചോദിക്കുക, അത് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് കമൻറ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.